ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഗോതമ്പ് ബോണ്ട എന്നൊക്കെ പറയൂലേ, അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 ഗ്രാം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 250ഓളം വരും കേട്ടോ. 250ഓളം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ 2 പാളയം കോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഈ പാളയം കോടൻ പഴമൊക്കെ ഒന്ന് തൊലിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ 2 പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ ഒരു മാവ് എടുക്കലാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവും അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവും ഒരു 1/2 കപ്പ് മൈദ മാവും കൂടെയാണ് എടുത്തിരിക്കുന്നത് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മളിത് അധിക നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഉണ്ടാക്കി ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. കല്ലൊന്നും ഇല്ലാത്ത ശർക്കര പാനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം നമ്മൾ ശർക്കര പാനിയിലാണ് ഈ ഒരു പഴം ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. ഈ പഴത്തോടൊപ്പം നമുക്ക് നമ്മളിത് അടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ പഴം അടിച്ചത് നമ്മൾ നേരെ മാവിലോട്ട് അങ്ങ് വീത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ മാവിൽ കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ എള്ള് വേണമെങ്കിലും അതുപോലെ തേങ്ങാക്കൊത്ത് എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അവരവരുടെ ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ശർക്കര പാനിയിലാണ് നമ്മൾ ഈ മാവൊന്ന് കുഴച്ച് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒരു അധികം കട്ടിയില്ല എന്നാൽ ഒരുപാട് ലൂസുമായി പോകാത്ത ഒരു പരുവത്തിന് വേണ്ട നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോണ്ടയുടെ ഒരു പരുവെന്ന് പറയുന്നത് അകമൊക്കെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വരണമെങ്കിൽ ഒരു ചെറിയ ഇതേ പരുവത്തിന് വേണം നമ്മൾ മാവ് കുഴച്ച് വെക്കാനായിട്ട്. ഈ മാവ് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ചൂടാവുന്ന ആ ഒരു സമയം മാത്രമേ നമ്മളിത് പുറത്ത് വെക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഒരുപാട് നേരമൊന്നും വെക്കാനുള്ള ടൈം നമുക്കില്ല. ചായയോടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ എണ്ണയൊക്കെ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ ബോളുകളായിട്ട് ചെറിയ വലിപ്പത്തിലോ വലിയ ബോണ്ടയുടെ സൈസിലോ ഏത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോള് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബോള് നന്നായിട്ട് നമ്മുടെ കയ്യിലൊന്നും പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ആ ബോള് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഉചിതം. അപ്പം നമുക്ക് നമ്മുടെ എണ്ണ തിളച്ച് വരുമ്പോൾ ഈ ഒരു ബോള് നമുക്ക് അതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് എണ്ണയിൽ പതുക്കെ എന്നിടാം. എണ്ണയിൽ നിന്ന് തെറിക്കണ്ട. തെറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പം നമ്മളിതാ എണ്ണ എടുത്തിട്ട് എണ്ണയിലോട്ട് ആ ഒരു മാവ് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാവ് ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ തീയിൽ വേവിക്കുക. ചെറിയ തീയിൽ ആയാൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് ഉള്ളൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു ബോണ്ട നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ബോണ്ടയുടെ ഷേപ്പ് കണ്ടോ. ഷേപ്പൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പേ ആവത്തുള്ളൂ. നമ്മൾ കറക്റ്റ് ഉരുണ്ട ഷേപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ മാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കട്ടിയാവണം. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മാവ് കറക്റ്റ് ആ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ എടുത്തത്. അപ്പോൾ ഇത് കണ്ടോ, നല്ലതുപോലെ നമ്മുടെ ആ ഒരു മാവ് നമ്മൾ വെച്ചിട്ട് ബോണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ സമയത്ത് നമ്മൾ അടുത്ത്
തന്നെ ചായ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായയും ബോണ്ടയുമാണ് ഇന്നത്തെ 4 മണി പലഹാരം എന്ന് പറയുന്നത്. ചായക്കൊപ്പം ഒരു കടി അല്ലേ. പണ്ട് കാലത്തൊക്കെ എപ്പോഴും നമ്മൾ കടകളിൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു കണ്ണാടി ചില്ലിലൂടെ നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ബോണ്ടയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ തുച്ഛമായ സമയം കൊണ്ട് 5 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശർക്കര പാനിയിൽ ആ മാവൊന്ന് കുഴച്ച് എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ. അധിക നേരം നമ്മൾ വെച്ചൊന്നും കൊടുക്കണ്ട. നല്ല ചൂടോടെ എൻ്റെ മോളിതാ അതെടുത്തിട്ട്, ചൂട് കാരണം അകം പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ബോണ്ടയുടെ അകം ഒക്കെ ഉള്ളു കണ്ടോ നല്ലതുപോലെ വെന്ത് നല്ല സ്മൂത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചായക്കൂടിയൊക്കെ ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.